ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LP-UP എക്സാമിന് വേണ്ടിയിട്ടുള്ള മലയാളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങളാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് ടീച്ചേഴ്സ് ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് പുരസ്കാരങ്ങളാണ് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993 മുതലാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993 മുതലാണ്. ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993. ആദ്യത്തെ വിന്നർ എന്ന് പറയുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 2017 മുതൽ ഇതിൻ്റെ പുരസ്കാര തുക 5 ലക്ഷം രൂപയാക്കി ഉയർത്തിയിരുന്നു. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് 3 വർഷത്തെ നോക്കാം. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് P. വത്സലയായിരുന്നു. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് P. വത്സലയായിരുന്നു. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതു ആയിരുന്നു. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. ഏറ്റവും പുതിയ 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തനാണ് ലഭിച്ചത്. അപ്പോൾ 2021 P. വത്സല, 2022 സേതു, 2023 SK വസന്തൻ. അടുത്ത പുരസ്കാരം വയലാർ അവാർഡാണ്. വയലാർ അവാർഡ് ആദ്യമായിട്ട് നൽകിയത് 1977. വയലാർ അവാർഡ് ആദ്യമായിട്ട് ആരംഭിച്ചത് 1977. ആദ്യത്തെ വിജയി എന്ന് പറയുന്നത് ലളിതാംബിക അന്തർജനമാണ്. ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ് 1977 ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. അവരുടെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. വയലാർ അവാർഡിൻ്റെ പുരസ്കാര തുക 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച വെങ്കല ശില്പവും പ്രശസ്തി പത്രവുമാണ് ലഭിക്കുന്നത്. അപ്പോൾ 1977 ആദ്യത്തെ പുരസ്കാരം ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ലഭിച്ചത്. പുരസ്കാര തുക 1 ലക്ഷം രൂപയാണ്. ഇനി ലാസ്റ്റ് 3 വർഷത്തെ നോക്കാം. 2021 വയലാർ അവാർഡ് നേടിയത് ബെന്യാമിനാണ്. ബെന്നി ദാനിയൽ എന്ന യഥാർത്ഥ പേരുള്ള തൂലികാനാമം ബെന്യാമിനായ അദ്ദേഹത്തിനാണ് 2021 ലഭിച്ചത്. കൃതി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2021 വയലാർ അവാർഡ് ബെന്യാമിനായിരുന്നു. കൃതി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 ലഭിച്ചത് S. ഹരീഷിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മീശ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത്. 2022 വയലാർ അവാർഡ് ലഭിച്ചത് S. ഹരീഷിൻ്റെ മീശ എന്ന കൃതിക്കാണ്. ഏറ്റവും പുതിയത് 2023 പുരസ്കാരമാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത്. ജീവിതം ഒരു പെൻഡുലം. കൃതി ജീവിതം ഒരു പെൻഡുലം. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത്. കൃതി ജീവിതം ഒരു പെൻഡുലം. 2021 ബെന്യാമിനാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 S. ഹരീഷിൻ്റെ മീശ എന്ന കൃതിക്കായിരുന്നു. 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. കൃതി ജീവിതം ഒരു പെൻഡുലം. അടുത്തത് സരസ്വതി സമ്മാനാണ്. സരസ്വതി സമ്മാൻ നൽകി തുടങ്ങിയത് 1991 മുതലാണ്. അപ്പോൾ 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും സരസ്വതി ശില്പവുമാണ് പുരസ്കാരമായിട്ട് കൊടുക്കുന്നത്. 91 ആരംഭിച്ചത്. KK ബിർള ഫൗണ്ടേഷനാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ 2021 സരസ്വതി സമ്മാനം ലഭിച്ചത് രാം ദരശ് മിശ്രയ്ക്കാണ്. അദ്ദേഹം ഹിന്ദി ഭാഷയിലെ സാഹിത്യകാരനാണ്. 2021 ലഭിച്ചത് രാം ദരശ് മിശ്രയ്ക്കാണ്. മേ തോ യഹാ ഹുൻ അതായിരുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര്. 2021 ലഭിച്ചത് രാം ദരശ് മിശ്രയ്ക്കാണ്. മേ തോ യഹാ ഹുൻ എന്നായിരുന്നു കൃതി. 2022 ലഭിച്ചത് തമിഴ് സാഹിത്യകാരിയായ ശിവശങ്കരിക്കാണ്. അവരുടെ സൂര്യവംശം എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. 2022 സരസ്വതി സമ്മാനം ലഭിച്ചത് തമിഴ് സാഹിത്യകാരിയായ ശിവശങ്കരിക്കാണ്. കൃതി സൂര്യവംശം. 2023 ലഭിച്ചത് മലയാളിയായ പ്രഭാവർമ്മയ്ക്കാണ്. രൗദ്ര സാത്വികം. 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് മലയാള സാഹിത്യകാരനായ പ്രഭാവർമ്മയ്ക്കാണ്. കൃതി രൗദ്ര സാത്വികം. 2021 രാംദരശ് മിശ്ര. കൃതി മേത്തോ യഹാഹുൻ. 2022 ശിവശങ്കരിയാണ് സൂര്യവംശം. 2023 പ്രഭാവർമ്മ. കൃതി രൗദ്ര സാത്വികം. അടുത്തത് പത്മപ്രഭ പുരസ്കാരമാണ്. പത്മപ്രഭ പുരസ്കാരം 1996 മുതലാണ് നൽകി തുടങ്ങിയത്. 75,000 രൂപയാണ് ഇതിൻ്റെ പുരസ്കാര തുക എന്ന് പറയുന്നത്. അതുപോലെ പത്മരാഗ കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും കൊടുക്കുന്നുണ്ട്. 75,000 രൂപയാണ്
ഇതിൻ്റെ പ്രൈസ് മണി. MK പത്മപ്രഭ ഗൗഡരുടെ പേരിലാണ് ഇത് കൊടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ 2020 പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2020 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. ഏറ്റവും പുതിയത് 2024 ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. അപ്പോൾ പത്മപ്രഭ പുരസ്കാരം 2020 നേടിയത് ശ്രീകുമാരൻ തമ്പി, 2023 സുഭാഷ് ചന്ദ്രൻ, 2024 റഫീഖ് അഹമ്മദ്. അടുത്തത് ഓടക്കുഴൽ അവാർഡാണ്. ഓടക്കുഴൽ അവാർഡ് നൽകി തുടങ്ങിയത് 1968 മുതലാണ്. നമ്മുടെ ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ്. ഇത് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. അപ്പോൾ 2021 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് സാറ ജോസഫിനാണ്. കൃതി ബുധിനി. 2021 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് സാറ ജോസഫിനാണ്. കൃതി ബുധിനി. 2022 ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. അദ്ദേഹത്തിൻ്റെ കൃതി പ്രാണവായുവാണ്. ഇത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. കൃതി പ്രാണവായു. ഇനി 2023 ഏറ്റവും പുതിയ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ കൃതി കവിത മാംസഭോജിയാണ്. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. കൃതിയുടെ പേര് കവിത മാംസഭോജിയാണ്. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് 2021 ലഭിച്ചത് സാറ ജോസഫിൻ്റെ ബുധിനിക്കാണ്. 2022 അംബികാസുധൻ മങ്ങാട് പ്രാണവായുവിനാണ് ലഭിച്ചത്. 2023 PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ്. അപ്പോൾ ഇത്രയും അവാർഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് ഉടനെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്